ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചപ്പാത്തിയുടെ ഒപ്പവും അതുപോലെ അരിപ്പത്തിരിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ സവാളയാണ് ചേർത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 2 സവാള ചേർക്കാം. ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഒരു 4-5 പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ. ഇതിനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഈ തക്കാളി വഴന്നു വരുന്നത് വരെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അതൊക്കെ അവരവരുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനി പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കൻ ചേർക്കാം. ഞാനിവിടെ 1/2 കിലോയിൽ കുറച്ച് കൂടുതലുണ്ടാവും ചിക്കൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് മിക്സാക്കി കൊടുക്കാം. 2-3 മിനിറ്റ് ഇതേപോലെ അടച്ചു വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരപ്പ് ചേർക്കുന്നത് കൊണ്ട് കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി തേങ്ങയും കാഷ്യൂനട്ടും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഇതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ കാഷ്യൂനട്ട് കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചിക്കനും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഹംലൂസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.